പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന മതകിരാത ഭരണത്തിന് ഒരു അന്ത്യം കുറിക്കുന്ന തരത്തിലേക്കാണ് ഇറാനിലെ സംഭവങ്ങൾ ഇപ്പോൾ മുന്നേറുന്നത്. ഒരു ജനപ്രക്ഷോഭം എന്നതിനുപരി ലോകം മുഴുവനും ഉറ്റുനോക്കുന്ന ലോക സമാധാനത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് ഇറാനിലെ പ്രക്ഷോഭങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ രാജ്യങ്ങൾ വിമർശനങ്ങളുമായി സപ്പോർട്ടുമായിട്ടും രംഗത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയും ഇസ്രായേലും അടക്കമുള്ള രാജ്യങ്ങൾ അവിടെ ഇറാനിൽ പ്രക്ഷോഭം നടത്തുന്ന ജനങ്ങൾക്ക് പിന്തുണ അറിയിച്ച് രംഗത്തെത്തിയിരുന്നു. ഇനി എന്താണ് ഇറാനിൽ സംഭവിക്കാൻ പോകുന്നത്? അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഏത് വിധത്തിലാകാം ഇടപെടാൻ പോകുന്നത്? ഈ വിഷയമാണ് ഇന്നത്തെ നിലപാടിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എന്നോടൊപ്പമുള്ളത് റോബിൻ, അരുൺ. നമുക്കറിയാം, ഈ ഇറാൻ്റെ വിഷയം നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ലോകരാജ്യങ്ങൾ മുഴുവനും ചർച്ച ചെയ്യുന്ന പല സംഭവങ്ങളും ഇറാനിൽ സംഭവിച്ചിട്ടുണ്ട്. ഇറാനിലെ ഹിജാബ് വിഷയത്തിൽ കൊല്ലപ്പെട്ട ഒരു മൗസ അമിനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കാര്യമൊക്കെ നമുക്കറിയാം. അതൊക്കെ ലോകം മുഴുവനും ചർച്ച ചെയ്തതാണ്. ഇറാനിൽ തന്നെ അതിൻ്റെ പേരിൽ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ ശരിക്കും ഈ പതിറ്റാണ്ടുകളായിട്ട് അടക്കി ഭരിക്കുന്ന ഒരു ഏകാധിപതിയുടെ അല്ലെങ്കിൽ അതുപോലുള്ള അടിച്ചമർത്തി ഭരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമിച്ച ഒരു ഭരണകൂടത്തിന് അവർ വിതച്ചത് തന്നെ അവർ കൊയ്യുന്ന ഒരു അവസ്ഥയിലേക്കല്ല ഇപ്പം ഇറാനിലെ പ്രക്ഷോഭം മാറിക്കൊണ്ടിരിക്കുന്നത്. ജോയ്സെ, ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ട്രംപാണ് നമ്മുടെ മാധ്യമങ്ങളിലെല്ലാം താരം. ട്രംപ് ഇനി അടുത്ത നടപടി എന്ത് സ്വീകരിക്കും എന്നുള്ളതാണല്ലോ. അപ്പോൾ ഓരോ ദിവസം കഴിയുമ്പോഴും ട്രംപിൻ്റെ നിലപാട് കൃത്യമായി വെളിപ്പെടുത്തി വരുന്നുണ്ട്. പ്രക്ഷോഭകരെ ഇറാൻ അടിച്ചമർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇനി അമേരിക്ക കൈയും കെട്ടി നിൽക്കില്ല എന്നുള്ളത് ഒരാഴ്ച മുമ്പേ തന്നെ ട്രംപ് പറഞ്ഞു കഴിഞ്ഞതാണ്. ഇപ്പോൾ ഇന്നലെ അവിടെ അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. സൂൺ, ഒറ്റ വാക്ക് മാത്രമേ ഉള്ളൂ, ഉടൻ തന്നെ ഇറാനെ അമേരിക്ക ആക്രമിക്കും. പക്ഷേ ഇവിടെ ഞാൻ നോക്കുന്നത് ശരിക്കും അമേരിക്കയല്ല ഇവിടെ താരം. ഇവിടെ ശരിക്കും ഒരു 1-2 വർഷമായിട്ട് ഇസ്രായേൽ എന്താണോ ഇറാനെക്കുറിച്ച് അവർ സ്വപ്നം കണ്ടത് അതിൻ്റെ ഒരു പൂർത്തീകരണത്തിൻ്റെ ഒരു സമയത്തേക്കാണ് വരുന്നത്. അതായത് ഇത്രയും നാളായിട്ട് ഇസ്രായേൽ കൃത്യമായ കരുനീക്കങ്ങൾ നടപ്പാകാൻ പോകുന്നത് ഇസ്രായേലിൻ്റെ പ്ലാനാണ്. ഇസ്രായേലിൻ്റെ പ്ലാനിൻ്റെ ആ ഒരു കുട്ടിക്കലാശമാണ് നമ്മളിനി ഈ ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. ഒരാഴ്ച പോലും എടുക്കില്ല എന്ന് തോന്നുന്നു ട്രംപ് ഇടപെടാനായിട്ട്. ഇത് കഴിഞ്ഞ മുമ്പത്തെ വർഷം ഒക്ടോബറിൽ നെതന്യാഹു ഇറാൻ ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു വലിയൊരു പ്രസംഗം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇടയിൽ ആരുമില്ല, നേരിട്ട് പേർഷ്യൻ ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇറാൻ ഉടൻ സ്വതന്ത്രമാകും, നിങ്ങൾക്കിതാ സമാധാനത്തിൻ്റെ കാലം വരുന്നു. പണ്ടത്തേതുപോലെ തന്നെ പേർഷ്യൻ ജനതയും ജൂത ജനതയും ഒന്നിച്ച് സമാധാനത്തിൽ വസിക്കുന്ന ഒരു കാലത്തേക്ക് നടന്നെടുക്കുകയാണ്. നിങ്ങളുടെ മതഭ്രാന്തന്മാരായ പുരോഹിതന്മാരെ, അവർക്ക് നിങ്ങളെക്കുറിച്ച് യാതൊരു ശ്രദ്ധയില്ല. അവർ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിന്, പശ്ചിമേഷ്യയിൽ യുദ്ധം നടത്തുന്നതിനായിട്ട്, അവിടെ അശാന്തി വിധിക്കുന്നതിനായിട്ട് മാത്രം അവരുടെ പണം മുഴുവൻ ചെലവഴിച്ച് ഇറാനിലെ കുട്ടികൾക്ക് വേണ്ടി അവർ ഒന്നും ചെയ്തില്ല. ഇനി ആ ഒരു യുഗം ഉണ്ടാകില്ല, അത് അവസാനിക്കാൻ പോകുകയാണെന്നുള്ള കൃത്യമായ വാക്കുകൾ നെതന്യാഹു അന്ന് പറഞ്ഞതാണ്. അപ്പോൾ അന്ന് പറഞ്ഞത് അത് നേരത്തെ തന്നെ ചെയ്യണമെന്ന് ഇസ്രായേലിന് ആഗ്രഹം ഉണ്ടായി. പക്ഷേ ട്രംപിൻ്റെയും ഇസ്രായേലിൻ്റെയും 2 നിലപാടുകൾ തമ്മിലുള്ള ഒരു പ്രശ്നം കൊണ്ടാണ് അത് മുന്നോട്ട് പോകാതിരുന്നത്. നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഖമേനിയെ കൊന്നിട്ടാണെങ്കിലും തൻ്റെ കാര്യം താൻ നടപ്പാക്കും എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ലക്ഷ്യം. പക്ഷേ ട്രംപ് നേരെ വ്യത്യസ്തനാണ്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അത് നേരായ രീതിയിൽ കൂടെ ആയിരിക്കണം എന്നുള്ളൊരു ആഗ്രഹം ട്രംപിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ നീണ്ടുപോയത്. ഇപ്പോൾ ഇത് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇസ്രായേലിൻ്റെ നിലപാട് എന്താണ്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, പേർഷ്യൻ ജനതയുടെ അഭിവൃദ്ധിയും അവരുമായിട്ടുള്ള ഒരു സമാധാനമാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത്. ഇനി നമുക്ക് പതുക്കെ പിന്നിലോട്ടൊന്ന് പോയി നോക്കാം. ഖമേനി ഇവരുടെയൊക്കെ നിലപാട് എന്തായിരുന്നു? 1979 ഈ പഹ്ലവികളെ മാറ്റി അവിടെ ഇവർ ഭരണത്തിൽ വന്ന വർഷം തന്നെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനു മുമ്പ് ശരിക്കും നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇസ്രായേൽ എന്ന രാജ്യത്തെ ആദ്യമായിട്ട് അംഗീകരിച്ച ഏറ്റവും സുപ്രധാനപ്പെട്ട മുസ്ലിം രാജ്യമാണ് ഇറാൻ. അതിനുശേഷം അത്രയും സ്നേഹബന്ധത്തിലാണ് അവർ തമ്മിൽ പോയിരുന്നത്. ഈ ഖമേനിമാർ വന്നപ്പോൾ അവർ നടത്തിയ ആദ്യത്തെ തന്നെ പ്രസ്താവന ഇസ്രായേലിനെ ലിറ്റിൽ സാത്താൻ എന്നാണ് അഭിസംബോധന ചെയ്തത്. അമേരിക്കനെ ഗ്രേറ്റർ സാത്താൻ, സോവിയറ്റ് യൂണിയനെ ലെസർ സാത്താൻ. ഇതാണ് അവരുടെ തനി സ്വഭാവം. തുടങ്ങി കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ 2000 ആയപ്പോൾ അടുത്ത ഖമേനി വന്ന് പറയുന്നു, ഈ മേഖലയിലെ, അതായത് ആ ഇസ്രായേലൊക്കെ ഉൾപ്പെടുന്ന ആ മേഖലയിലെ ക്യാൻസറസ് ട്യൂമറാണ് ഇസ്രായേൽ എന്നാണ് അവർ പ്രഖ്യാപിച്ചത്. ഇതന്നെ വീണ്ടും 2005 പ്രസിഡന്റ് അഹമ്മദ് നെജാദ് അന്ന് അദ്ദേഹം പറയുന്നുണ്ട്, ഇസ്രായേലിനെ ഈ ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കും. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇസ്രായേൽ പേർഷ്യൻ ജനതയെ അഭിസംബോധന ചെയ്ത് പറയുന്നതും ഈ ഇറാൻ പറയുന്നതും, ഇറാനെ സംബന്ധിച്ചിടത്തോളം അവിടെ ജൂതനാണ് പ്രശ്നം, അവിടെ ഇസ്രായേലാണ് പ്രശ്നം. അതല്ലാതെ അവിടുത്തെ പ്രസിഡന്റുമാരോ പ്രധാനമന്ത്രിയോ അവിടുത്തെ ഭരണകൂടമോ അല്ല. ഈ 2017 വർഷത്തിൽ അവിടെ ഒരു ഡൂംസ് ഡേ ക്ലോക്ക് വെച്ചവർ ടെഹ്റാനിലെ പാലസ്തീൻ സ്ക്വയറിൽ. അവിടെ ആ ഡൂംസ് ഡേ ക്ലോക്ക് 2015 തൊട്ടാണ് അത് കൗണ്ട് ചെയ്യണേ.
2040 25 വർഷത്തിനുള്ളിൽ ഇസ്രായേലിനെ തീർക്കും എന്ന് ശപഥം ചെയ്ത് അവിടെ എല്ലാ വർഷവും അവിടെ പരിപാടികൾ നടക്കാറുണ്ട്. അവിടെ 2017 ഗമേനി വന്ന് ആ കാര്യം ആവർത്തിക്കുകയും ചെയ്തു. നമുക്ക് ഒരേ ഒരു ലക്ഷ്യമുള്ളൂ, ഈ ലക്ഷ്യം ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം ഇസ്രായേലിനെ ഇല്ലാതാക്കുക, ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ ഇതാണ് ഈ മതഭ്രാന്തന്മാരുടെയും മറ്റു രാജ്യതലവന്മാരുടെയും തമ്മിലുള്ള വ്യത്യാസം. അവർ ജനതയുടെ അഭിവൃദ്ധി ആഗ്രഹിക്കുമ്പോൾ മറ്റു രാജ്യങ്ങൾ ആക്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അത് അവിടുത്തെ ചിലപ്പോൾ ഒരുപക്ഷെ അവിടുത്തെ സ്വേച്ഛാധിപതിയായ ഒരു ഭരണ നേതൃത്വത്തിനെതിരായിരിക്കും, പക്ഷെ ജനതയെ ആയിരിക്കില്ല. ഇത് ഇവർക്ക് ജൂത വിരോധം മാത്രം തലയിൽ കയറിയ ഗമീനിമാർ അവരുടെ നാശം അവർ വരുത്തി വെച്ചതാണ്. ആ ഒരു ചിന്തയിൽ കൊണ്ട് മാത്രമാണ് അവർ ഈ ആണവായുധം നിർമ്മിച്ചത്. അവർ ആണവായുധം നിർമ്മിക്കുന്നുണ്ടെങ്കിൽ അത് ഇസ്രായേലിന് എതിരെ മാത്രമാണ്. ഇസ്രായേലിനെ ഏത് രീതിയിലും നശിപ്പിക്കുക, ഇസ്രായേലിനെ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാക്കുക, ഈ ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് അവർ എത്രയോ കോടി ചെലവഴിച്ചു. അവർ ഈ ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും ഹൂത്തികൾക്കും വേണ്ടിയിട്ട് എത്രയോ ലക്ഷങ്ങൾ, എത്രയോ കോടികൾ അവർ അതിനുവേണ്ടി ചെലവഴിച്ചു. അതായത് ജനത്തിൻ്റെ പണം മുഴുവൻ തീവ്രവാദത്തിന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഭരണകൂടം, അതിൻ്റെ ഒരു അന്ത്യം സമാഗതമാണ്. ഇവർ ഈ ആണവായുധ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം കൊണ്ട് തന്നെയാണ് ഇവർക്കെതിരെ ഉപരോധം വന്നത്. സാധാരണ നമ്മൾ കണ്ടിട്ടുണ്ട് പഴയ കാലം തൊട്ട്, അതായത് ഒരു രാജ്യത്തിനും ഉപരോധത്തെ പ്രതിരോധിച്ച് നിൽക്കാൻ സാധിക്കില്ല. വർഷങ്ങളായിട്ട് പണ്ട് രാജ്യങ്ങളെ ആക്രമിക്കുന്നതിനേക്കാൾ മുമ്പ് ആദ്യം ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തെ ആക്രമിക്കുന്നതിന് മുമ്പ് ആദ്യം എന്താ ചെയ്യാതെ അത് വളഞ്ഞ് അവിടേക്കുള്ള എല്ലാ റിസോഴ്സുകളെയും കട്ട് ചെയ്ത് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിടിച്ചിക്കാൻ പറ്റില്ല. ഇതേ സംഭവം തന്നെയാണ് ഇറാനിന് സംഭവിച്ചിരിക്കുന്നത്. ഇറാൻ ഭരണകൂടത്തിൻ്റെ, ഇറാനിലെ മത നേതൃത്വത്തിൻ്റെ അവരുടെ അന്ധമായ ജൂതവിരോധവും മതഭ്രാന്ത് കാരണവും ആ രാജ്യത്തെ അവർ നശിപ്പിച്ചു. ഇനി ആ രാജ്യത്തിന് രക്ഷ വരുന്നത് ഈ ഇസ്രായേലിലൂടെയും ട്രംപിലൂടെയും കൂടി തന്നെയായിരിക്കും. ശരിക്കും എനിക്ക് തോന്നുന്നു ഇപ്പോൾ അരുൺ പറഞ്ഞതുപോലെ മതഭ്രാന്ത് തലയ്ക്ക് പിടിച്ച് നടന്ന മറ്റ് രാജ്യങ്ങളുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെയാണ്. ഇപ്പോൾ നമുക്കറിയാം പലസ്തീൻ എന്ന് പറയുന്നത് ഇപ്പോൾ ശരിക്കും ഒരു കാലത്ത് ഇസ്രായേലും പാലസ്തീനും രണ്ട് രാജ്യമാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നിട്ട് പോലും ജൂതൻ വേണ്ട, ഞങ്ങൾ മാത്രം മതി എന്നുള്ളൊരു കൺസെപ്റ്റിൽ അതൊരു രാജ്യമാക്കാൻ സമ്മതിക്കാതെ മുന്നോട്ട് പോയവരിപ്പോൾ എങ്ങനെയാണെന്ന് നമുക്കറിയാവുന്നതാണ്. അത് അവിടെയും ഈ ജൂത വിരോധം അല്ലെങ്കിൽ അവരുടെ സ്വന്തം മതത്തിൻ്റെ ആ ഒരു തീവ്രത തലയിൽ കുത്തിക്കയറ്റിയിട്ടുള്ള ഒരു പ്രശ്നമാണ് അവർക്കും സംഭവിച്ചത്. അതുപോലെ ഇപ്പം ഈ ഇസ്രായേലിന് ചുറ്റും കിടക്കുന്ന മറ്റു രാജ്യങ്ങളാണെങ്കിൽ പോലും അവരുടെ ഗതികേട് ഇപ്പോൾ ഈ മതത്തിൻ്റെ പേരും പറഞ്ഞ് അവിടുത്തെ ജനം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും അവിടുത്തെ ഭരണ നേതൃത്വം ഇസ്രായേലിനെതിരെ ആക്രമിക്കാൻ വേണ്ടി മാത്രം കോപ്പ് കൂട്ടുന്ന ഒരു അവസ്ഥയും നമുക്കിപ്പോൾ കാണാവുന്നതാണ്. പക്ഷേ ഇസ്രായേലിലെ ജനങ്ങളായാലും ശരി, അമേരിക്കയിലെ ജനങ്ങളായാലും ശരി, ഈ അമേരിക്കൻ ഭരണകൂടത്തിൻ്റെയോ അല്ലെങ്കിൽ ഇസ്രായേൽ ഭരണകൂടത്തിൻ്റെയോ ഭരണത്തിൽ തൃപ്തരാണ്. അവരവിടെ സേഫാണ് ശരിക്കും. പക്ഷെ മറ്റ് ഈ മതരാജ്യങ്ങൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഓക്കെ, അറേബ്യൻ രാജ്യങ്ങൾ അവർ വലിയ പ്രശ്നത്തിന് പോകാറുമില്ല, അതുകൊണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് വലിയ പ്രശ്നവുമില്ല, അത് നമ്മൾ പറയണമല്ലോ. പക്ഷെ ഇതുപോലുള്ള ഇറാൻ, സിറിയ പോലുള്ള രാജ്യങ്ങൾ ശരിക്കും മതം മാത്രം തിന്ന് അല്ലെങ്കിൽ മതത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നങ്ങളാണ്. സ്വന്തം രാജ്യത്തിൻ്റെ നിലനിൽപ്പ് അപകടത്തിലാകും, എന്നാൽ മറ്റുള്ളവരുടെ നാശത്തിലേക്ക് ഒരു ശ്രദ്ധ കൊണ്ടുപോകുകയും ചെയ്യുന്ന ഒരു അവസ്ഥ. അപ്പോൾ ശരിക്കും എനിക്ക് തോന്നുന്നു ഇപ്പം ഈ അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇറാൻ്റെ ഒരു ഭരണകൂടത്തിൽ വലിയൊരു തകർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ അതുകൂടി മുൻകൂട്ടി കണ്ടിട്ടാകാം വെനസ്വേലയിലെ ഒരു ഏകാധിപതിയെ പുറത്താക്കാനും അവിടുത്തെ സോഴ്സ് വെച്ചിട്ട് ഇപ്പം അമേരിക്കയ്ക്ക് എവിടെയും എന്തും ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഓയിൽ റിസോഴ്സ് ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ് വെനസ്വേല എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ വെനസ്വേല അമേരിക്കയുടെ കയ്യിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ, വെനസ്വേലയിലെ കൺട്രോൾ അമേരിക്കയുടെ കയ്യിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഓയിലിന് അല്ലെങ്കിൽ അതുപോലുള്ള സോഴ്സിന് അമേരിക്കയ്ക്ക് ഒരു പഞ്ഞമില്ല. ഇനിയിപ്പോൾ എവിടെ വേണമെങ്കിലും ഇപ്പോൾ ഇറാനിൽ കയറി അടിക്കണം എന്നാണെങ്കിലും അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിന് ഉപരോധം ഏർപ്പെടുത്താനാണെങ്കിലും അമേരിക്കയ്ക്ക് അതൊരു ബുദ്ധിമുട്ടല്ല എന്നുള്ള അവസ്ഥയിലേക്കാണ് ഇപ്പോൾ സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. അപ്പോൾ ശരിക്കും എനിക്ക് തോന്നുന്നു ഈ മാസം അവസാനത്തോടു കൂടി ചിലപ്പോൾ ഇറാൻ്റെ ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഇപ്പോൾ അരുൺ പറഞ്ഞ പോലെ ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ചിലപ്പോൾ ഇറാൻ്റെ ഒരു അവസ്ഥ പഴയ ഒരു പഹ്ലവി കാലത്തേക്ക് അല്ലെങ്കിൽ ഒരു രാജഭരണ കാലത്തേക്കോ അല്ലെങ്കിൽ നല്ലൊരു സമാധാനപരമായി ജീവിക്കാൻ സാധിക്കുന്ന ഒരു കാലത്തേക്ക് അവിടുത്തെ ജനങ്ങൾക്ക് എത്താൻ സാധിക്കുമെന്ന് എനിക്കും തോന്നുന്നു. ജോയ്സ് പറഞ്ഞതുപോലെ തന്നെ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ പേർഷ്യൻ ജനത പഴയ അവരുടെ ഒരു പ്രതാപത്തിലേക്കുള്ള തിരിച്ചു നടത്തം അവർ ആരംഭിക്കുന്നത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ട്രംപിനെ കഴിഞ്ഞ ദിവസം ഇറാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന അവരൊരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷേ ട്രംപ് പറഞ്ഞു, എനിക്ക് ഇനി ചർച്ചയ്ക്കുള്ള സമയമില്ല, എൻ്റെ നടപടികൾ എടുക്കാനുള്ള സമയമാണിപ്പോൾ, നടപടികളാണ് ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ അമേരിക്ക ഒന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ലോകത്തുള്ള എല്ലാവർക്കും അറിയാം. അമേരിക്ക ഉറപ്പിച്ചു, അതിനി നടപ്പാക്കുന്നത് ഏതായിരിക്കും, വെനസ്വേലൻ പ്രസിഡന്റിനെ കൈകാര്യം ചെയ്ത പോലെ ആയിരിക്കണം എന്നില്ല ഇറാനിനെ കൈകാര്യം ചെയ്തത്. മിക്കവാറും ഖമേനി ഈ അസാദിൻ്റെ ഒപ്പം തന്നെ റഷ്യയിലിരുന്ന് ടർക്കി ചായ കഴിക്കുന്ന ഒരു സമയത്തേക്ക് വേണ്ടിയിട്ടാണ് സോഷ്യൽ മീഡിയയിലൊക്കെ അത്തരം പ്രചരണങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. എന്തായാലും അമേരിക്ക ആക്രമിക്കുമ്പോൾ ഉറപ്പാണ് ജനത്തിനെ തിരിച്ചടിക്കാൻ സാധിക്കാത്ത രീതിയിൽ ഉള്ള അവരുടെ പ്രതിരോധ അവരുടെ സംവിധാനങ്ങളെ ആയിരിക്കാം അമേരിക്ക ലക്ഷ്യമിക്കുക. അതേപോലെ തന്നെ ഖമേനിയെ വെറും കൈയോടെ ജനങ്ങൾക്ക് ഇട്ടുകൊടുക്കുന്ന ഒരു ആക്രമണമായിരിക്കും.
ഖമേനി തീർത്തും നിരായുധനായിട്ട് മാറും. പിന്നീട് ജനത്തിന് തീരുമാനിക്കാം ഖമേനി അവിടെ നിൽക്കണോ വേണ്ടി എന്നുള്ളത്. അതല്ലെങ്കിൽ ഖമേനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ റഷ്യയിലേക്ക് പെട്ടെന്ന് തന്നെ പോവാം. അരുൺ ഇപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് ഈ അടുത്ത് വന്ന വേറൊരു വാർത്തയാണ്, ഖത്തറിൽ അമേരിക്ക കോപ്പ് കൂട്ടുന്നു എന്നുള്ള ഒരു വാർത്ത. ഇപ്പോൾ ഈ പ്രക്ഷോഭങ്ങളൊക്കെ തുടങ്ങിയ സമയത്താണ് ഖത്തർ, നമുക്കറിയാം കഴിഞ്ഞ യുദ്ധത്തിലാണെങ്കിലും ശരി, ഇസ്രായേലുമായിട്ടുണ്ടായ യുദ്ധത്തിലാണെങ്കിലും ശരി, ഖത്തറിൽ അമേരിക്കൻ സൈനിക താവളം ഇറാൻ ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ഖത്തറിൽ തന്നെ അമേരിക്കയുടെ ടാങ്കർ വിമാനങ്ങൾ, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ എവിടെ വെച്ച് വേണമെങ്കിലും എയറിൽ വെച്ച് ഫ്യൂല് നിറയ്ക്കാൻ പറ്റുന്ന സന്നാഹവും അതുപോലെ ഡ്രോണുകളും മിസൈലുകളും ഒക്കെ ഈ ഖത്തറിൽ എത്തിച്ചു എന്നുള്ളൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇന്നലെ വന്ന മറ്റൊരു വാർത്തയാണ്, ഇപ്പം പതിറ്റാണ്ടുകൾക്ക് ശേഷം അമേരിക്കയുടെ പെൻറ്റഗൺ നശിച്ചാലും ശരി അമേരിക്കയ്ക്ക് എയറിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സാങ്കേതിക വിദ്യയുള്ള ഒരു ഫ്ലൈറ്റ്, അത് അങ്ങനെ അധികം പുറത്ത് വരാറില്ല, ആ ഒരു ഫ്ലൈറ്റ് പോലും പുറത്തിറക്കിയതായിട്ടുള്ള വാർത്തകളൊക്കെ ഇന്നലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ശരിക്കും ഇനി എന്താണ് വരാൻ പോകുന്നതെന്ന് ശരിക്കും ലോകരാജ്യങ്ങളെല്ലാം ഉറ്റുനോക്കുന്നൊരു സംഭവമാണ്. പക്ഷെ നമുക്ക് അവിടെ ചോദിക്കാനുള്ള റോബിന്, ഇപ്പം രണ്ട് സാധ്യതകളാണ്. ഒന്നെങ്കിൽ ഇപ്പം അമേരിക്കയും ഇസ്രായേലും സംയുക്തമായിട്ട് ഇറാനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ അടുത്തു കഴിഞ്ഞാൽ മറ്റ് രാജ്യങ്ങൾ ഇടപെടുമോ ഇല്ലയോ എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. പക്ഷെ അവിടെ ജനം ഇപ്പോൾ ഭരണകൂടത്തിനെതിരായിട്ട് നിൽക്കുമ്പോൾ, ഭാവിയിൽ ഇപ്പോൾ അവിടെ മറ്റൊരു ഭരണകൂടം വരുന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഇറാനെ കൂടെ നിർത്തേണ്ടത് ഇപ്പോഴത്തെ ഇറാന്റെ സഖ്യകക്ഷികളുടെ ഒരു ആവശ്യം കൂടിയാണ്. അപ്പോൾ മറ്റ് രാജ്യങ്ങളുടെ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ എത്രത്തോളം ഉണ്ടാകാനാണ് സാധ്യത? അതായത് ചൈന, റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ എത്രത്തോളം ഈ ഒരു വിഷയത്തിൽ ഇടപെടൽ ഉണ്ടാക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്? ഇതിനുള്ളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഡൊണാൾഡ് ട്രംപ് വരുന്ന സമയത്ത് അദ്ദേഹം പല യുദ്ധങ്ങളും, നമുക്കറിയാം പല യുദ്ധങ്ങളും അദ്ദേഹം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അദ്ദേഹം അവസാനിപ്പിച്ചു എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം തായ്ലൻഡ് കംബോഡിയ യുദ്ധം, അതുപോലെ അങ്ങനെ കുറേ പല യുദ്ധങ്ങൾ, അതുപോലെ തന്നെ ആഫ്രിക്കയിൽ അദ്ദേഹം യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ ഇടപെട്ടു, അതുപോലെ ഗാസ യുദ്ധം അദ്ദേഹം അവസാനിപ്പിച്ചു. അങ്ങനെയുള്ള കാര്യങ്ങളല്ല ഏകദേശം അദ്ദേഹം തന്നെ ഒരു സമയത്ത് പറഞ്ഞത് 8ഓളം യുദ്ധങ്ങൾ ഞാൻ ഇടപെട്ട് ഇല്ലാതാക്കി എന്നൊക്കെ അദ്ദേഹം പറയുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരുന്ന സംഘർഷങ്ങളെ എന്നുവെച്ചാൽ ലോകം രണ്ട് ചേരിയായിട്ട് തിരിഞ്ഞ് അടിക്കാൻ പോകുന്നു, യുദ്ധത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ ആ യുദ്ധങ്ങളെ, ആ ഒരു സാഹചര്യത്തെ അദ്ദേഹം ഒരു നേർരേഖയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. എന്നുവെച്ചാൽ സ്ട്രെയിറ്റ് ഫോർവേഡ് ആക്കി, എന്ന് വെച്ചാൽ കറക്റ്റാണ്. വെനസ്വേലയെ തൊട്ടപ്പോൾ തന്നെ ഏകദേശം അത് അങ്ങനെയായി മാറി എന്നുള്ളതാണ് ഒരു വസ്തുത. ഇപ്പം നമുക്ക് പറയാം, വെനസ്വേല അമേരിക്കയ്ക്ക് ഒരുപാട് ഇപ്പോൾ ജിയോ പൊളിറ്റിക്കലായിട്ട് ഒരുപാട് അഡ്വാൻറ്റേജ് ഇപ്പോൾ വെനസ്വേലയിൽ ഉണ്ടാക്കി കൊടുത്തു, താൽക്കാലികമായിട്ടുള്ള ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ടാക്കി കൊടുത്തു. എന്ന് വെച്ചാൽ ആ മേഖലയിലേക്ക് ഇപ്പോൾ റഷ്യയുടെ ആണെങ്കിലും ചൈനയുടെയോ ആണെങ്കിലും ഇൻഫ്ലുവൻസ് അങ്ങോട്ട് കടന്നു വരുന്നതിനെ സമ്പൂർണ്ണമായിട്ട് തടയാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോൾ ഇറാനുമായിട്ടൊരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ, നമുക്കറിയാം ഇറാനുമായിട്ടൊരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ ഈ പേർഷ്യൻ ഗൾഫ് അവിടെ ഇറാൻ ഒരുപക്ഷെ ബ്ലോക്കേഡ് നടത്തുന്ന സാഹചര്യം ഉണ്ടാകാം. അതുപോലെ ഹൂത്തികൾ ഒരുപക്ഷെ റെഡ് സീ അവിടെ ബ്ലോക്കേഡ് നടത്തുന്ന, അല്ലെങ്കിൽ മിസൈൽ അയച്ച് കപ്പലുകൾ തകർക്കുന്ന, അങ്ങനെ ഒരു അരക്ഷിതാവസ്ഥ അവിടെ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഇപ്പോൾ ഇറാൻ ഇവിടെ ബ്ലോക്കേഡ് സൃഷ്ടിച്ചാലും, അതുപോലെ തന്നെ ഹൂത്തികൾ ഇപ്പം റെഡ് സീയിൽ ഉപരോധം സൃഷ്ടിച്ചാലും, എണ്ണയുടെ കാര്യത്തിൽ ഇപ്പോൾ യൂറോപ്പിലേക്കുള്ള എണ്ണയുടെ ഒഴുക്ക്, യൂറോപ്പിനിപ്പം ഒരുപക്ഷെ എണ്ണയ്ക്ക് ഒരു അരക്ഷിതാവസ്ഥ ഇല്ലാതെ, വില കൂടാതെ ഇപ്പോൾ പോകുന്ന അതേപോലെ പോകുന്ന ഒരു സാഹചര്യത്തിൽ വെനസ്വേലയുടെ എണ്ണ ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളൊരു വലിയ അഡ്വാൻറ്റേജ് കൂടി അവിടെ നിൽക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ അപ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മൾ കാണേണ്ടത് കൂടിയാണ് സൗദി അറേബ്യ ഇപ്പോൾ യമനിലേക്ക് ഹൂത്തികൾക്കെതിരെ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളും ഇതിനോടനുബന്ധിച്ച് നമ്മൾ കാണേണ്ടതാണ്. കാരണം ആ റെഡ് സീയുടെ അത് സൗദിയുടെ സേന മാപ്പ് 2 ദിവസം മുന്നേ ഇട്ടിരുന്നു, അവിടെ അവർ ആക്രമണം നടത്തുന്നതിൻ്റെ. അതിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ട് ആ റെഡ് സീയോട് ചേർന്നുള്ള ഭാഗങ്ങളൊക്കെ ഇവർ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നതായിട്ടുള്ള മാപ്പായിരുന്നു ഇട്ടിരുന്നത്. പക്ഷേ ഹൂത്തികൾ തിരിച്ചിനി ആക്രമണം വ്യാപിപ്പിച്ചാൽ ഏത് രീതിയിൽ പോകുമെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇതെല്ലാം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് എന്ന് നമുക്ക് വേണമെങ്കിൽ കരുതാം. പക്ഷേ അപ്പോഴും അവിടെ നിൽക്കുമ്പോഴും ഈ കുറേ നാളുകളായിട്ട് ഉരുണ്ടുകൂടുന്ന ആ യുദ്ധത്തിന് അതിൻ്റെ ഉള്ളിലേക്ക് ആ എരുതിയിലേക്ക് എണ്ണ ഒഴിക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് താൽക്കാലികമായ ബെനഫിറ്റുകൾ എന്ന് മാത്രമേ നമുക്ക് ഇപ്പോൾ വെനസ്വേലയിൽ അമേരിക്ക ചെയ്ത കാര്യത്തെക്കുറിച്ച് പറയാൻ വരുള്ളൂ. അവിടെ നിന്ന് തന്നെ വേണം നമ്മൾ ഇറാനിലേക്ക് വരാനെന്നുള്ളത്. ഇപ്പോൾ ചൈനയുടെ തന്ത്രം എന്താണ് എന്നുള്ളത് ഇതിൻ്റെ ഉള്ളൊരു ചോദ്യമാണ്. ചൈനയുടെ തന്ത്രം എന്ന് പറയുന്നത്, ഇപ്പോൾ റഷ്യ ഉക്രൈൻ വാർ അവിടെ നടക്കുന്നു, അതിൻ്റെ ഉള്ളിൽ യൂറോപ്പ് ഇൻവോൾവ്ഡ് ആണ്.
എല്ലാ അർത്ഥത്തിലും യൂറോപ്പ് ഇൻവോൾവ്ഡ് ആണ്. ഇപ്പോൾ നമ്മൾ റഷ്യ ഉക്രൈൻ യുദ്ധം മാത്രം പറയുമ്പോൾ പോലും അത് യഥാർത്ഥത്തിൽ അമേരിക്കയുടെയും നാറ്റോ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം പണവും അവരുടെ ആയുധവും എല്ലാം എടുത്തു വെച്ചുകൊണ്ടുള്ള കളിയാണ് അവിടെ നടക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു രീതിയിൽ പറഞ്ഞാൽ അവിടെ ലോക്ക്ഡാണ്. ഇപ്പം റഷ്യ അവിടെ ലോക്ക്ഡാന്ന് പറയുമ്പോൾ പോലും ചൈനയുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ യൂറോപ്പും ലോക്ക്ഡാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പതിയെ അമേരിക്കയെ ഊരിയെടുക്കാനാണ് ഡൊണാൾഡ് ട്രംപ് അവിടെ ശ്രമിച്ചത്. അതിന് യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ഭീഷണിപ്പെടുത്തി അദ്ദേഹം അവിടെ ശ്രമിച്ചത്. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് ഇറാനിലേക്ക് വരുമ്പോൾ ആരായിരിക്കും ഇപ്പോൾ ഇറാനിൽ അമേരിക്ക ഇടപെട്ടാൽ ആരായിരിക്കും അവിടെ യുദ്ധം ചെയ്യേണ്ടി വരിക? അവിടെ യുദ്ധം ചെയ്യേണ്ടി വരിക ഇസ്രായേലും അമേരിക്കയും മാത്രമായിരിക്കും. അവിടെ അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്ന, അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന സാഹചര്യം അവിടെ ലോക്കാകുമോ എന്നുള്ളതാണ്. ഇവർ ലോക്കായി കഴിഞ്ഞാൽ ചൈനയെ സംബന്ധിച്ച് അത് അഡ്വാൻറ്റേജ് ആണ്. പിന്നീട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തായ്വാനെ കയറി പിടിക്കുക എന്നുള്ളത് ചൈനയുടെ അജണ്ടയുടെ ഭാഗമാണ്. തായ്വാനെ കയറി ചൈന പിടിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ചൈനയ്ക്ക് ഇനി മുന്നോട്ട് വളരാനുള്ള എല്ലാ സാധ്യതകളും കിടക്കുന്ന അതിലാണ്. തായ്വാനെയും കൂടെ ചൈന പിടിച്ചു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് പോലും പിടിച്ചാൽ കിട്ടാത്ത നിലയിലേക്ക് ചൈന മാറും എന്നുള്ളതൊരു വസ്തുത അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തായ്വാൻ ഇത്രയും ഏകദേശം നമുക്കറിയാം ഏകദേശം $600 ബില്യൺ വലിയൊരു ഇക്കോണമിയാണ് എന്നുള്ളത് കൊണ്ടോ, അതുമല്ലെങ്കിൽ സെമി കണ്ടക്ടറുകളുടെ പർദീസയാണ് തായ്വാൻ എന്നുള്ളത് കൊണ്ടോ മാത്രമല്ല അമേരിക്ക ഈ തായ്വാനെ അവിടെ സംരക്ഷിച്ച് നിർത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ തായ്വാനെ അമേരിക്ക സംരക്ഷിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ചൈനയെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ള ഒരു വലിയ ദൗത്യം കൂടി അവർക്ക് അവിടെയുണ്ട്. അതുകൊണ്ടാണ് അമേരിക്ക വേറെ എവിടെയും ലോക്കാകാതെ ഇങ്ങോട്ട് തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു കാര്യം കൂടി അതുകൊണ്ടാണ്. അപ്പോൾ ഇറാനിലേക്ക് ഒരു ഇടപെടൽ നടത്തി കഴിഞ്ഞാൽ അത് ഏത് രീതിയിൽ അമേരിക്കയ്ക്ക് പെട്ടെന്ന് അവിടെ ഊരാൻ പറ്റും? ഒന്നെങ്കിൽ ഇസ്രായേൽ അവിടെ ലോക്കാകും, അല്ലെങ്കിൽ അമേരിക്ക അവിടെ ലോക്കാകും. ഈ രണ്ടിലൊരു കാര്യമാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് അമേരിക്ക എടുത്തു ചാടുമോ? അതുമല്ലെങ്കിൽ ഈ ആളുകളുടെ പ്രതിഷേധങ്ങൾ കൊണ്ട് ആ പ്രതിഷേധങ്ങളെ ബൂസ്റ്റപ്പ് ചെയ്ത് കൊണ്ടുവന്ന് ഈ റെജീമിനെ, കാരണം അമേരിക്കയെ സംബന്ധിച്ച് ഇറാനിൽ റെജീം ചേഞ്ചാണ് അവർക്ക് ആവശ്യം, ഇസ്രായേലിനെ സംബന്ധിച്ചും റെജീം ചേഞ്ചാണ് ആവശ്യം. റെജീം ചേഞ്ച് വന്ന് ഒരു ജനാധിപത്യ രീതിയിലേക്ക് മാറുന്ന ഒരു സാഹചര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് അവരുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാനുള്ള ഒരു പുറത്തുനിന്ന് കൈയിട്ട് ഒന്ന് നിയന്ത്രിക്കാനുള്ള ഒരു അവസരം അമേരിക്കയ്ക്കും ഇസ്രായേലിനും കിട്ടും. അപ്പോൾ ഈ ന്യൂക്ലിയർ ത്രട്ട്, ഈ ഇസ്രായേലിൻ്റെ മുകളിലുള്ള ഈ ന്യൂക്ലിയർ ത്രട്ടൊക്കെ ഒന്ന് മാറ്റിക്കിട്ടാനുള്ള സാഹചര്യങ്ങളെല്ലാം അവിടെ ഉരുത്തിരിയും എന്നുള്ളൊരു വസ്തുത അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പോലും അങ്ങനെ സംഭവിച്ചില്ലെങ്കിലോ എന്നുള്ളൊരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇടപെടൽ എന്ന് പറയുന്നത് എത്രത്തോളം കാര്യക്ഷമമാകും, എങ്ങനെ ഇരിക്കും എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ടതാണ്. കാരണം പണ്ട് ഇറാഖിനെ കയറി ആക്രമിച്ച സ്ഥിതി അല്ല ഇന്ന് മിഡിൽ ഈസ്റ്റിൽ ഉള്ളത് എന്നുകൂടി നമ്മൾ കണ്ടിരിക്കേണ്ടത്. കാരണം ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അവിടെയുള്ള സംഘങ്ങളെല്ലാവരും തന്നെ. എന്ന് വെച്ചാൽ അവിടെ ഇപ്പം അമേരിക്കയുടെ കൂടെ നിൽക്കുന്നു എന്ന് പറയുന്ന ഈ ഭരണകൂടങ്ങൾ, ആ ഭരണകൂടങ്ങൾ ഇപ്പോൾ തുർക്കിയെ നമുക്കറിയാം, തുർക്കി ഏത് നിമിഷം വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും കാലുവാരും, ഈജിപ്ത് വേണമെങ്കിൽ കാലുവാരും, അതിനെല്ലാം അവർക്ക് ഒരു മടിയുമില്ലാത്ത രാജ്യങ്ങളാണ്. കാരണം കാലുവാരിയില്ലെങ്കിൽ അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതുപോലെ ജോർദാൻ അമേരിക്കയുടെ കൂടെയാണ്, സൗദി ഉണ്ട്, UAE ഉണ്ട്, ഖത്തറുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടെയെല്ലാം അടിസ്ഥാനപരമായിട്ടുള്ള ജനവർഗ്ഗങ്ങൾക്ക് ഇവരോട് ദേഷ്യമാണ് എന്നുള്ളതാണ്, ഇവരെ താല്പര്യമില്ല എന്നുള്ളതാണ്. ഒരു രീതിയിൽ അമേരിക്കയ്ക്ക് സംരക്ഷണം എത്തിക്കാൻ കഴിയാത്ത സാഹചര്യം വന്ന് ഇവിടെയെല്ലാം കലാപങ്ങളുണ്ടാവും, ഈ ഗവൺമെൻറ്റുകളെല്ലാം താഴെ പോകും, അതിനൊന്നും ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാനിലെ ഇറാനിൽ ഇടപെടാം, ഇറാനിലേക്ക് ആക്രമണം നടത്താം, അതിനെല്ലാം ഉള്ള സാധ്യതകളും അതിൻ്റെ ആയുധ സന്നാഹങ്ങളും ഐഡിയകളും എല്ലാം അമേരിക്കയുടെ കൈവശമുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. മിലിറ്ററിലി ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച്, ഇന്നോളം കണ്ടിട്ടുള്ളതിൽ വെച്ച്, ചരിത്രം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായിട്ടുള്ള സൈന്യമാണ് അമേരിക്കൻ സൈന്യം. പവർഫുള്ളാണ് അമേരിക്കൻ സൈന്യം. അതിനോട് കിടപിടിക്കാൻ ഇന്ന് ലോകത്തിൽ ഒരു സൈന്യവുമില്ല. പക്ഷേ തന്ത്രങ്ങൾ ഇതിനെല്ലാം അപ്പുറത്താണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാനിലേക്കുള്ള ഒരു ആക്രമണം ഏത് രീതിയിൽ ലോകത്തിൻ്റെ ഗതിവിഗതികളെ തിരിക്കും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടത് തന്നെയാണ്. അതങ്ങനെ ചെയ്യുമോ എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത്. ഡൊണാൾഡ് ട്രംപ് ഭീഷണികൾ നിരന്തരം മുഴക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇടപെടൽ നടത്തേണ്ടി വരും. അതുപോലെ തന്നെ ഇറാൻ ഗവൺമെൻറ്റിനും അറിയാം, ഇറാൻ ഒരു ജനാധിപത്യ വ്യവസ്ഥയിലേക്ക് മാറുന്നതിനും അപ്പുറത്ത് ഈ രീതിയിൽ പോയാൽ ഒരു തകർന്ന് തരിപ്പണമാകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറാനുള്ള സാഹചര്യവും അവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം മതം എന്ന് പറയുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും പിടിച്ചാൽ കിട്ടാത്ത സാധനമാണ്. മതം തലയ്ക്കുള്ളിൽ കയറി കഴിഞ്ഞാൽ അത് എങ്ങനെയാണെങ്കിലും, ഏത് മതമാണെങ്കിലും, മതം സിരകളിൽ ഒഴുകുമ്പോൾ അതിനെ തകർക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ കെട്ടിപ്പടുത്ത സൈന്യവും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ കെട്ടിപ്പടിച്ച സിസ്റ്റങ്ങളും ഒക്കെ അടിച്ച് നിരത്തുമ്പോൾ അത് എത്രത്തോളം നമുക്ക് തകർക്കാൻ കഴിയുമെന്നുള്ളത് ഒരു ചോദ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാനിലേക്കുള്ള ഇടപെടൽ
ഇടപെടൽ നടക്കുകയാണെങ്കിലോ അല്ലെ റെജീം ചെയ്ത് നടക്കുകയാണെങ്കിൽ അത് നല്ല രീതിയിലാവട്ടെ എന്ന് മാത്രമേ നമുക്ക് ആശംസിക്കാൻ കഴിയുള്ളൂ. പക്ഷേ വസ്തുതകൾ ഇതിനെല്ലാം വിപരീതമാണ്. ഇതെല്ലാം കൂട്ടയടി നടത്തി പിരിയുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങാനുള്ള കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ഇതിനുള്ളിൽ കണ്ടെത്താൻ കഴിയുക. ഇനിയിപ്പോൾ ഇറാനിൽ ഈ കലാപങ്ങൾ ജനങ്ങൾ ഉണ്ടാക്കുന്നു. ഇപ്പം അമേരിക്ക ഇറാനിൽ ഇടപെട്ടാൽ റഷ്യയും ചൈനയും നേരിട്ട് ഇറാനിൽ ഇടപെടുമോ എന്ന് ചോദിച്ചാൽ അവർ ഇടപെടില്ല എന്ന് മാത്രമേ നമുക്ക് പറഞ്ഞു വയ്ക്കാൻ കഴിയില്ല. കാരണം അവർ ഇടപെടില്ല. കാരണം അവർക്ക് അങ്ങനെ ഒരു മെസ്സപ്പിലേക്ക് കയറി അങ്ങ് ഇറങ്ങാൻ അവർക്ക് താല്പര്യമുള്ള ആളുകളല്ല. കാരണം റഷ്യക്ക് ബാധ്യതകളുണ്ട്, അതുപോലെ ചൈനയുടെ വ്യാപാരവും അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. ഓർക്കുക, ചൈന അമേരിക്ക കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഇക്കോണമിയാണ് ചൈന എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ തകർക്കാൻ ചൈനയ്ക്കും താല്പര്യമില്ല. പക്ഷേ ഇൻഡയറക്റ്റായിട്ട് ഇവർ നടത്തുന്ന ഇടപെടലുകൾ, കാരണം ചൈന പണ്ട് മുതലേ ഇടപെടില്ല. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക ഇടപെട്ട കാലത്ത് ചൈനീസ് ആയുധങ്ങൾ അവിടെ കൃത്യമായിട്ട് അവിടെ താലിബാൻ്റെ കയ്യിൽ എത്തിയിരുന്നു എന്നുള്ളത് അമേരിക്കൻ റിപ്പോർട്ടുണ്ട് കൃത്യമായിട്ട്. അത് ചൈന അവിടെ ഇടപെട്ടിരുന്നു എന്നുള്ളത്. അപ്പോൾ അത് ഇടപെടൽ, ഇൻഡയറക്റ്റായിട്ട് ഇടപെടൽ അവർ വളരെ കൃത്യമായിട്ട് നടക്കും. ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഡയറക്റ്റായിട്ട് അവർ ഇടപെടാനുള്ള സാധ്യതകൾ കുറവാണ്. പക്ഷേ ഇറാൻ അങ്ങനെ പെട്ടെന്ന് അടിച്ചു തകർക്കാൻ പറ്റുന്ന വെനസ്വല പോലെയുള്ള ഒരു രാജ്യമാണോ എന്നുള്ളതാണ് അതിൻ്റെ ഉള്ളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്നുള്ളത്. അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സപ്പോർട്ട് മറ്റ് ഇടങ്ങളിൽ നിന്നെല്ലാം ഉണ്ടാവും. നേരിട്ടുള്ള ഇടപെടൽ ചൈനയുടെയും റഷ്യയുടെയും ഭാഗത്തും ഉണ്ടാവില്ല. പക്ഷേ അമേരിക്ക നേരിട്ട് ഇടപെടുന്ന സാഹചര്യത്തിൽ അമേരിക്കയെ കൊണ്ട് അത് കൈകാര്യം ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് ഇപ്പോൾ ജനങ്ങൾ എതിരാണ് എന്ന് പറഞ്ഞാൽ പോലും. ഓർക്കുക, ഇറാൻ കഴിഞ്ഞ പ്രാവശ്യം മക്സാമിനിയുടെ ആ സമയത്തുണ്ടായ ആ പ്രതിഷേധം എന്ന് പറയുന്നത് വളരെ രൂക്ഷമായിരുന്നു. അതിനെ ഇടാൻ അടിച്ചമർത്തി ഒന്നും ഇല്ലാതാക്കി കളഞ്ഞു. രണ്ടാമത് ഇനിയിപ്പോൾ ഈ നടക്കുന്ന പ്രതിഷേധം ഇതിൻ്റെ ഉള്ളിൽ 100 കണക്കിന് ആളുകളെ കൊന്നു കളഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ആളുകൾ തെരുവിലിറങ്ങുന്നത് അതിൻ്റെ ആ ഒരു ബാഹുല്യം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് റിപ്പോർട്ടുകൾ അവിടെ നിന്നുണ്ട്. അപ്പോൾ അടിച്ചമർത്താൻ കഴിയും, ഭരണകൂടത്തിന് അടിച്ചമർത്താൻ കഴിയും എന്നുള്ളതൊരു വസ്തുതയാണ്. ഇനിയിപ്പം പ്രതിഷേധത്തിന് ഇറങ്ങിയ ആളുകളെ അവർ തൂക്കിക്കൊല്ലുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ പ്രതിഷേധങ്ങൾ കൊണ്ട് മാത്രം എത്രത്തോളം വിജയം സൃഷ്ടിക്കാൻ കഴിയുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ലോകത്ത് നിലവിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏകാധിപത്യ ഭരണം അത് രാഷ്ട്രീയമായാലും ശരി മതഭരണമായാലും ശരി അതിന് ഒരു അന്ത്യം കുറിക്കും എന്നുള്ളത് തന്നെയാണ്. അത് അധികം കാലം നീണ്ടു പോവില്ല എന്ന് തന്നെയാണ് ലോകം നൽകുന്ന പാഠം. ഇറാനിൽ ഏറ്റവും കൂടുതൽ അടിച്ചമർത്തപ്പെടുന്ന ഒരു വിഭാഗം ക്രിസ്ത്യൻ വിഭാഗമാണ്. എന്നാൽ ക്രിസ്ത്യാനിറ്റിയാണ് ഇറാനിൽ ഏറ്റവും ശക്തമായിട്ട് വളരുന്ന മതവിഭാഗവും. ഈ രണ്ടും മുൻനിർത്തി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങൾ വരും കാലങ്ങളിൽ ക്രിസ്ത്യാനിറ്റിക്കും സമാധാനത്തിനും ഐക്യത്തിനും വളക്കൂറുള്ള ഒരു മണ്ണായി മാറാൻ ഇറാൻ സാധ്യതയുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ അമേരിക്കയും ഇസ്രായേലും അടക്കമുള്ള രാജ്യങ്ങളുടെ ഇടപെടൽ ഉണ്ടാവുകയും ഇറാൻ ജനത ഒരുപാട് കാലമായിട്ട് സ്വപ്നം കാണുന്ന സ്വാതന്ത്ര്യത്തിലേക്ക് നടന്നെടുക്കുകയും ഏകാധിപത്യ മതഭരണത്തിൽ നിന്നും പുറത്തു കടക്കുവാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇന്നത്തെ നിലപാട് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി മറ്റൊരു ദിവസം.